ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള വോട്ടിംഗ് ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം 11 ആഴ്ചകൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് 6 മത്സരാർത്ഥികളാണ്. ഒന്ന് നേവിൻ, 2 വേദലക്ഷ്മി, മൂന്നാമത് നൂറ, നാലാമത് ആര്യൻ, അഞ്ചാമത് അക്ബർ, അതുപോലെ തന്നെ ഷാനവാസും. ഈ പറയുന്ന 6 കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ഈ പറയുന്ന 6 കണ്ടസ്റ്റൻസിൽ നിന്ന് ഏറ്റവും അധികം പുറത്തേക്ക് പോകാനായിട്ട് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ നാളെ വന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റന്റ് ആരാണ്, അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് ആരാണ്? ഈ പ്രാവശ്യം ഒരു എവിക്ഷനാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒന്നിലധികം പേര് പുറത്തു പോകുമെന്ന് അറിയില്ല. എൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും ഈ ഒരു എവിക്ഷന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് പ്രകാരം ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും ഈ പറയുന്ന നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും എല്ലാവരും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് നേവിനാണ്. നേവിൻ്റെ കേസിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അധികം വോട്ടുകൾ നേടുന്നതായിട്ട് നമുക്ക് ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നേവിൻ്റെ ഗെയിം അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ജനങ്ങളൊന്നുമല്ല ഇത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെവിൻ ഭയങ്കരമായിട്ട് കണ്ടസ്റ്റൻസിനെ ട്രിഗർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ആ ഒരു ട്രിഗറിങ് ജനങ്ങൾക്ക് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നെവിൻ്റെ ഒരു ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. നെവിൻ ഒരു പ്രാന്ത് എടുത്ത പോലെ പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ കിടന്ന് ഓടുന്നതും പിടിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ എല്ലാ ജനങ്ങൾക്കും അങ്ങോട്ട് പലപ്പോഴും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് നെവിൻ തന്നെ ആയിരിക്കും. അടുത്തതായിട്ട് ഒന്നിലധികം കണ്ടസ്റ്റൻസ് ഈ ഒരു വീക്കെൻഡിൽ പുറത്തു പോകുന്നുണ്ടെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റൻറ്റിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് വേദലക്ഷ്മി ആയിരിക്കും. വേദലക്ഷ്മിയും ഈ പറഞ്ഞ പോലെ ഷാനവാസിനെയും നൂറയെയും അക്ബറിനെയും ആര്യനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് സാധ്യതയുള്ള മറ്റൊരു മത്സരാർത്ഥി ഈ പറയുന്ന വേദലക്ഷ്മി തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥാനത്ത് നൂറയെ പറയാനായിട്ട് സാധിക്കും. നൂറ അല്ലെങ്കിൽ വേദലക്ഷ്മി, ഈ പറയുന്ന 2 കണ്ടസ്റ്റൻസിൽ നിന്ന് ഒരാളായിരിക്കും. ഒന്നിലധികം കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് സാധ്യതയുള്ളവർ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള 3 മത്സരാർത്ഥികളുടെ പേരുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒന്ന് നേവിൻ, 2 വേദലക്ഷ്മി, മൂന്നാമത് നൂറ. ബാക്കിയൊക്കെ നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ഷൂട്ട് ചെയ്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് വീക്കെൻഡ് എപ്പിസോഡുകൾ ബന്ധപ്പെട്ടുകൊണ്ട് കാണാനായിട്ട് സാധിക്കും ആരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്ഷൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോയതെന്ന്. അല്ലാതെ നമ്മൾ എവിക്ഷനിൽ ഒരാൾ പുറത്തേക്ക് പോയെന്ന് ഇപ്പോൾ നാളത്തെ ഷൂട്ടിങ്ങിന് ശേഷം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് ചാനൽ വഴി പുറത്തേക്ക് വിടില്ല. കാരണം ഷോയുടെ ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ ഷോയുടെ സസ്പെൻസുകളൊക്കെ ഇല്ലാതാക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ചാനലിലൂടെ അത് പുറത്തേക്ക് വിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ലാലേട്ടനും ബിഗ് ബോസ് ഒക്കെ അതെടുത്ത് വന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു ഏർപ്പാടൊന്നുമല്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അത് നമ്മൾ ചെയ്യുന്നില്ല. പുറത്തേക്ക് പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്ന് നേവിനും 2 ഈ പറയുന്ന നമ്മുടെ നൂറയും വേദലക്ഷ്മിയും തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തേക്ക് പോകുന്നതെന്ന്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും താഴെ അത് കമൻറ്റ് ചെയ്തോ ആരാണ് പുറത്തേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു 11ാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരം ആർക്കാണ് നിങ്ങളുടെ ഏറ്റവും വിലയേറിയ വോട്ടുകൾ കൊടുത്തത്, അതും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്